ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി നിനോ മാത്യുവിന് വധശിക്ഷയിൽ ഇളവ്. നിനോ മാത്യുവിന്റെ ശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തമായി കുറച്ചു. പരോളില്ലാതെ 45 വർഷം തടവ് ശിക്ഷ അനുഭവിക്കണം. രണ്ടാം പ്രതി അനുശാന്തിയുടെ അപ്പീലും കോടതി തള്ളി. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ ചേർന്നു. ശ്രീകാന്ത്, വിചാരണ കോടതിയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് ഇപ്പോൾ ഈ ഇളവെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് കേസിന്റെ പശ്ചാത്തലം, മറ്റുപാധികൾ? ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട അപ്പീൽ പരിഗണിച്ചത് ജസ്റ്റിസ് PB സുരേഷ് കുമാറിന്റെയും ജസ്റ്റിസ് ജോൺസൺ ജോണിന്റെയും ബെഞ്ചാണ്. അല്പസമയം മുമ്പാണ് അതിൽ വിധി വരികയുണ്ടായത്. പ്രധാനപ്പെട്ട ഭാഗം ഇങ്ങനെയാണ്: അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്തം ഹൈക്കോടതി ശരിവെച്ചു. ഒപ്പം ഈ നിനോ മാത്യുവിന്റെ വധശിക്ഷ എന്നുള്ളത് അത് ഭാഗികമായി ഇളവ് ചെയ്തിട്ടുണ്ട്. 25 വർഷം പരോളില്ലാതെ അയാൾ അനുഭവിക്കണം എന്നുള്ളതാണ് നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. വധശിക്ഷയിൽ ഇളവ് നൽകിയിട്ടുണ്ട്. അത് അയാൾക്ക് തെല്ലൊരാശ്വാസമാണ്. പക്ഷേ പരോളില്ലാതെ 25 വർഷം തടവ് ശിക്ഷ അനുഭവിക്കണം എന്നും കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അംബികാദേവി ഈ വിധിയെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തി. അവർ പറഞ്ഞത് ഈ വധശിക്ഷ ഒഴിവാക്കിയത് തിരിച്ചടിയല്ല എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. സുപ്രീം കോടതിയുടെ വിവിധ ഉത്തരവുകൾ ഈ വധശിക്ഷയ്ക്ക് എതിരാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ മാത്രമേ വധശിക്ഷ ഉണ്ടാകാറുള്ളൂ എന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിന്റെ നാൾവഴികളിലേക്ക് വരികയാണെങ്കിൽ അനുശാന്തിയുടെ 3.5 വയസ്സുകാരി മകളെയും ഭർത്താവിന്റെ മാതാവിനെയും സുഹൃത്തായ നിനോ മാത്യു വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. 2016 ഏപ്രിൽ 16 ആറ്റിങ്ങലിലെ ഇരട്ടക്കൊലപാതകം. ടെക്നോ പാർക്കിലെ ജീവനക്കാരും സുഹൃത്തുക്കളുമായിരുന്നു ഒന്നാം പ്രതി നിനോ മാത്യുവും രണ്ടാം പ്രതി അനുശാന്തിയുമായി ഒരുമിച്ച് ജീവിക്കാൻ തടസ്സം നിൽക്കുന്നു എന്നാരോപിച്ചായിരുന്നു ഈ കൊലപാതകം നിനോ മാത്യു നടത്തിയത്. സ്വന്തം മകളെ കൊലപ്പെടുത്താൻ കൂട്ടുനിന്ന അനുശാന്തി മാതൃത്വത്തിന് അപമാനമാണെന്നായിരുന്നു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പരാമർശം. എന്തായാലും ഈ പ്രതികളിൽ ഒരാളുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തം ശരിവച്ചിരിക്കുന്നു. ഒരാൾക്ക് വധശിക്ഷയിൽ ഭാഗിക ഇളവ് നൽകി ജീവപര്യന്തം തടവ് ശിക്ഷ, പരോളില്ലാതെ 25 കൊല്ലത്തെ ശിക്ഷ അനുഭവിക്കാനും കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ശരി, എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡെത്ത് സെന്റൻസ് റഫറൻസിലാണ് ഇപ്പോൾ ശിക്ഷ ഇളവ് നൽകിക്കൊണ്ടുള്ള കോടതിയുടെ